എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സക്ഷുക്ക, ഒരു യമനി ഫുഡാണ്. അപ്പോൾ എഗ്ഗ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ഡിഷ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് തയ്യാറാക്കുന്നത്. ഇതൊരു യമനി ഫുഡാണ്, സക്ഷുക്ക. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ടി ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 2 വലിയ ടൊമാറ്റോ ആണ്. നല്ല റെഡ് കളറോട് കൂടിയിട്ടുള്ള ടൊമാറ്റോ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്രീൻ ക്യാപ്സിക്കാണ്. നിങ്ങളുടെ കയ്യിൽ റെഡ് കളറോ ക്യാപ്സിക്കോ അല്ലെങ്കിൽ യെല്ലോ കളർ ഉണ്ടെങ്കിൽ 3 കളറും ചേർക്കാം. ഞാനിപ്പോൾ ഈ ഒരു കളറ് ക്യാപ്സിക്കം മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ ഇപ്പോൾ ഒരു 6 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വെജിറ്റബിൾസ് എല്ലാം നന്നായി ചോപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി സക്ഷുക്ക എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഇപ്പോൾ കോൺ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ കോൺ ഓയിൽ നമുക്ക് പാനിലേക്ക് ചേർക്കാം. അതിനത് എണ്ണയൊക്കെ ഒരുവിധം ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ് ചേർക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പാണ് ചേർക്കേണ്ടത്. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും. അതിനുശേഷം നന്നായൊന്ന് വഴറ്റി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ ഇപ്പോൾ ഒരു പച്ചമുളകാണ് ചേർക്കുന്നത്. അതിനകത്ത് നമ്മുടെ സവാളയൊക്കെ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ ഗ്രീൻ ക്യാപ്സിക്കാണ് ചേർക്കുന്നത്. പൊടിയായി അരിഞ്ഞിട്ടുള്ള ഒരു ഗ്രീൻ ക്യാപ്സിക്കം. എന്നിട്ട് ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കേണ്ടത്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡറാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ക്യുമിൻ പൗഡർ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ചേർക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ടൊമാറ്റോ ആണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിനുശേഷം തക്കാളി കുക്കാവുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോഴേക്കും തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. തക്കാളി കുക്കാവുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തക്കാളിയൊക്കെ ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല മാഷായി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കേണ്ടത്. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ ടൊമാറ്റോ പ്യൂരി ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ ടൊമാറ്റോ പേസ്റ്റാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. അപ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. 2 ടേബിൾ സ്പൂൺ. അങ്ങനെ ടൊമാറ്റോ പേസ്റ്റും ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതുപോലെ തിക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒന്ന് ചേർക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഇപ്പോൾ ചൂട് വെള്ളമാണ് ചേർക്കുന്നത്. ഒരു 1/4 മുതൽ 1/2 കപ്പ് വരെ വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എഗ്ഗ് ചേർക്കാം. ഇപ്പോൾ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എരിവും ഉപ്പും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. നമുക്ക് ഉപ്പ് ചേർക്കണം. അതുപോലെ തന്നെ തക്കാളിയുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനത്തെ വെള്ളമൊക്കെ ചേർത്ത ശേഷം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
സ്പൂണും കൊണ്ടൊന്ന് ഇളക്കി വെച്ച ശേഷം നമുക്കിതിലേക്ക് ഓരോരോ മുട്ടയായിട്ട് ചേർക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ മുട്ടയും ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ 3 മുട്ടയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇങ്ങനെ പാത്രത്തിൽ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതുകൊണ്ട് തന്നെ മുട്ടയുടെ തോടൊന്നും ഇതിലേക്ക് പെടുന്നതല്ല. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 3 തൊട്ട് 5 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ എന്താ നമ്മുടെ സക്ഷുക്കയൊക്കെ റെഡി ആയിട്ടുണ്ട്. എഗ്ഗൊക്കെ കുക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ക്രീമാണ്. ഞാനിവിടെ ഇപ്പോൾ ഫ്രഷ് ക്രീമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ ചീസും ചേർക്കാവുന്നതാണ്. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് നമുക്ക് മല്ലിയിലയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അങ്ങനെ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു യമനി ഫുഡാണ് തയ്യാറാക്കിയിരിക്കുന്നത്, സക്ഷുക്ക. ഇനി ഞാൻ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു ബ്രെഡ് ടോസ്റ്റും കൂടി തയ്യാറാക്കുന്നുണ്ട്. ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടറാണ് ചേർക്കുന്നത്. അതിനുശേഷം 2 ബ്രെഡാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടോസ്റ്റ് ഉണ്ടെങ്കിൽ ടോസ്റ്റ് വെച്ചിട്ടും ടോസ്റ്റ് ചെയ്യാവുന്നതാണ്. 2 വശവും മൊരിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനകത്ത് ബ്രെഡ് രണ്ടും ടോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഈ സാധാരണ ഉണ്ടാക്കിയ ഈ ഒരു പാത്രത്തിൽ നിന്ന് തന്നെയാണ് ഇതിങ്ങനെ എടുത്ത് കഴിക്കാറുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ടോസ്റ്റ് ചെയ്ത ബ്രെഡിൻ്റെ കൂടെയാണ് ഈ സക്ഷുക്ക സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിഷ് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തന്നെയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇത് ബ്രെഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കുബൂസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.